വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. പ്രിയാമ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമ്പിള് റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എയിം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ഫിലോസഫി എന്താണ് എന്നാണ് നമ്മുടെ പ്രിയാമ്പിള് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ സോളാണ്. ഈ പ്രിയാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കേഴ്സിന്റെ മൈൻഡിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രിയാമ്പിളിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പ്രിയാമ്പിള് ബിഗിൻ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ പീപ്പിളിനാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് പവർ. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്താണ്? വിൽ ഓഫ് ദ പീപ്പിൾ ആണ്. പിന്നെ ഒരു ഗൈഡിങ് സ്പിരിറ്റ് ആണുള്ളത് നമ്മുടെ പ്രിയാമ്പിളിന്റെ അകത്ത് ഫണ്ടമെന്റൽ വാല്യൂസ് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇതെന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നട്ടെല്ലായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നേച്ചർ എന്താണെന്ന് പ്രിയാമ്പിള് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഇതെന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ ഫോം എന്താണ്, ഗവൺമെന്റിന്റെ പിന്നിലുള്ള ഫിലോസഫി എന്താണ് എന്നാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിയാമ്പിളിന്റെ അകത്ത് ഒരു എനാക്ടിങ് ക്ലോസ് ഉണ്ട്. ഈ എനാക്ടിങ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ പ്രിയാമ്പിളിനെ ഫോർമലി അഡോപ്റ്റ് ചെയ്തു എന്നതാണ് ഈ അനാക്ടിങ് ക്ലോസ് ഷോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡു ഹിയർ ബൈ അഡോപ്റ്റ്, എനാക്ട് ആൻഡ് ഗീവ് ടു അവേഴ്സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് കുറച്ച് ജുഡീഷ്യൽ വ്യൂ ഓൺ ദ പ്രിയാമ്പിൾ നോക്കാം. റീ ബെറുബറി യൂണിയൻ കേസ് ആണ്. ഈ കേസിന്റെ അകത്ത് സുപ്രീം കോർട്ട് ലേ ഡൗൺ ചെയ്യുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല. അതുപോലെ തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പവർ അല്ല, ഒരു ലിമിറ്റേഷനും അല്ല, കോൺസ്റ്റിറ്റ്യൂഷനെ ലിമിറ്റ് ചെയ്യുന്നതും അല്ല നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ നമ്മൾ സത്യത്തിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾസ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പ്രിയാമ്പിൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്ത ആളുകളുടെ മനസ്സിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുമാണ് നമ്മൾ പ്രിയാമ്പിൾ യൂസ് ചെയ്യുന്നത് എന്നാണ് സുപ്രീം കോർട്ട് ഈ കേസിന്റെ അകത്ത് ലേ ഡൗൺ ചെയ്തത്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളക്കകത്ത് നമ്മുടെ ഈ ബെറുബറി യൂണിയൻ കേസിന്റെ അകത്ത് സുപ്രീം കോർട്ട് ലേ ഡൗൺ ചെയ്ത ഗൈഡ് ലൈൻസ് ആണെങ്കിൽ ഓവർ റൂൾ ചെയ്തു. ഇതെന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ് ആണ്. ഇവിടെ നമ്മുടെ കോർട്ട് ഹെൽഡ് ചെയ്യുന്ന പ്രിയാമ്പിള് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ ആർട്ടിക്കിൾ 368 പ്രകാരം അമെൻമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇങ്ങനെ അമെൻമെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യാനോ ഡാമേജ് ചെയ്യാനോ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വിഷനും വാല്യൂസുമാണ് പ്രിയാമ്പിൾ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് ഈ കേസിൻ്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ കുറേ ടേംസ് നോക്കി, ജസ്റ്റിസ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ ഇനി നമുക്ക് ആ ടേംസിന്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം. നമുക്ക് നോക്കാം സോവറിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ആണ്. ഒരു എക്സ്റ്റേണൽ പവറിന്റെ കീഴിലല്ല ഇന്ത്യയുടെ ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സിനാണെങ്കിലും ഇന്ത്യക്ക് തന്നെയാണ് സുപ്രീം അതോറിറ്റി. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ആണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റിന്റെ അകത്തുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ അകത്ത് അൾട്ടിമേറ്റ് കൺട്രോൾ. ഇങ്ങനെ അൾട്ടിമേറ്റ് കൺട്രോൾ സ്റ്റേറ്റിന് കൊടുക്കുന്ന എന്തിനാണ്? ഇൻഇക്വാളിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സൽവയർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യക്കകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. സോഷ്യലിസ്റ്റ് എന്ന വേർഡ് ഉദ്ദേശിക്കുന്ന എന്തോന്ന് വെച്ചാൽ സ്റ്റേറ്റിനാണെങ്കിൽ അൾട്ടിമേറ്റ് ഓണർഷിപ്പും നാഷണലൈസേഷനും അപ്രോപ്രിയേറ്റ് കേസിൽ കോർട്ട് ഫേവർ ചെയ്യും എന്നാണ് കോർട്ട് ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. സെക്കുലർ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റ് റിലീജിയനോ അല്ലെങ്കിൽ ഇന്ത്യയുടേതായ ഒരു റിലീജിയനോ ഇല്ല. നമ്മുടെ സ്റ്റേറ്റ് എല്ലാ റിലീജിയൻസിനെയും ഈക്വൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയനും ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെന്റ് സേവിയർ കോളേജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഈ കേസിനകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന 47
സെക്കൻഡ് അമെൻമെന്റ് വഴിയാണ് സെക്കുലർ എന്ന് പറഞ്ഞ വേർഡ് പ്രിയാമ്പിളിന്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോർട്ട് ഹെൽഡ് ചെയ്തു ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ എന്താണ് എയിം ചെയ്യുന്നത്? ഒരു സെക്കുലർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എയിം ചെയ്യുന്നത്. ഡെമോക്രറ്റിക് ആണ്. നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആണ്. രണ്ട് തരത്തിലുള്ള ഡെമോക്രസി ആണുള്ളത്. ഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇൻഡയറക്റ്റ് ഡെമോക്രസി തന്നെയാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആണ്. ദാറ്റ് മീൻസ് പീപ്പിള് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യും. എന്നിട്ട് ആ എലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സ് ഈ പീപ്പിളിനെ റെഗുലേറ്റ് ചെയ്യും. അതേ സമയത്ത് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ആണെങ്കിൽ ഡയറക്റ്റ്ലി ലോ മേക്ക് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് ഒരു എലക്റ്റീവ് ഹെഡ് ഉണ്ട്. ദാറ്റ് മീൻസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഈ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതും ഇലക്ടോറൽ കോളേജ് വഴിയാണ്. ഇനി നമുക്ക് നോക്കാം പ്രിയാമ്പിളിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണത്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി ആണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ലിബർട്ടി എന്ന് പറയുമ്പോൾ ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. Equality of status and opportunity. Fraternity, assuring dignity of the individual and the unity and integrity of the nation. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിയാമ്പിള് അമെൻഡ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കും, പക്ഷെ കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത് പറയുന്നത് പ്രിയാമ്പിള് അമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അണ്ടർ ആർട്ടിക്കിൾ 368. പക്ഷെ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ ഇത് ഡാമേജ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ വേർഡ് സോഷ്യലിസ്റ്റ് ആണെങ്കിലും സെക്കുലർ ആണെങ്കിലും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976 പ്രകാരമാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയുള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.